നമസ്കാരം. സംസ്ഥാനത്ത് ഇടതുപക്ഷം പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം അവർക്ക് ബോധ്യമായി കഴിഞ്ഞു. ആ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വ്യാപകമായ അക്രമം അഴിച്ചുവിടുന്നത്, പ്രത്യേകിച്ച് കണ്ണൂരിൽ. ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കണ്ണൂരിൽ വ്യാപകമായ അക്രമമാണ് CPM ഗുണ്ടകൾ നടത്തിയത്. അവിടെ T പുരുഷോത്തമൻ എന്ന CPMന്റെ മുൻ നേതാവിൻ്റെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാർ തീയിട്ട് നശിപ്പിച്ചു. ലേഖ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകയുടെ വീടിൻ്റെ മതിൽ തകർത്തു. മയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പൂർണ്ണമായും അടിച്ചു തകർത്തു എന്ന് മാത്രമല്ല, ആ ഓഫീസിനകത്തുണ്ടായിരുന്ന സർവ്വ ഉപകരണങ്ങളും ഈ CPM ഗുണ്ടകൾ അടിച്ചു തകർത്തു. ധർമ്മടത്തും മയ്യിലും പയ്യന്നൂരുമൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള അക്രമമാണ് CPM അഴിച്ചുവിടുന്നത്. കാരണം അവർ തോൽവി ഉറപ്പാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. T സദാനന്ദൻ ഒരു മുൻ CPM നേതാവാണ്. അദ്ദേഹം കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിലൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വൈരാഗ്യത്തിലാണ് ഈ പറയുന്ന ആക്രമം അഴിച്ചുവിട്ടത് എന്ന് മാത്രമല്ല, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം പുറത്തു വരികയും അതിൽ നീതി കിട്ടാതെ വരികയും ചെയ്തപ്പോഴാണ് V കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരുന്നു, TI മധുസൂദനൻ, അതായത് ഫണ്ട് തട്ടിച്ച സിറ്റിംഗ് MLA TI മധുസൂദനൻ മത്സരിച്ചാൽ, അയാൾക്ക് മത്സരിക്കാൻ അവസരം കൊടുത്താൽ ഞാൻ മത്സരിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് V കുഞ്ഞികൃഷ്ണൻ നൽകിയിരുന്നു. എന്നാൽ കുഞ്ഞികൃഷ്ണൻ്റെ ആ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുകാരനായ TI മധുസൂദനെ മത്സരിക്കാൻ പാർട്ടി അനുവദിച്ചത്. അതോടുകൂടിയാണ് V കുഞ്ഞികൃഷ്ണൻ മത്സര രംഗത്തേക്ക് വന്നത്. പിന്നീട് കുഞ്ഞികൃഷ്ണൻ നേരിട്ടത് വലിയ രീതിയിലുള്ള ഒരു അക്രമമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പാർക്ക് ചെയ്ത് വീട് ആക്രമിച്ചു, ബൈക്ക് കത്തിച്ചു എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്, ആ കമ്മിറ്റി ഓഫീസ് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെട്ടിട ഉടമയെ ഭീഷണിപ്പെടുത്തി. അത് മാറേണ്ടി വന്നു. ചുവരെഴുത്തുകൾ മായ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ മതിൽ ഉടമകളെയൊക്കെ ഭീഷണിപ്പെടുത്തി. അത്തരത്തിൽ ചുവരെഴുത്തുകൾ നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ വ്യാപകമായ അക്രമമാണ് ഈ CPM ഗുണ്ടകൾ കണ്ണൂരിൽ നടത്തിയത്. എനിക്ക് ഓർമ്മ വരുന്നത് പശ്ചിമ ബംഗാളിനെ കുറിച്ചാണ്. പശ്ചിമ ബംഗാളിലും ഇതുപോലെയായിരുന്നു. 33 കൊല്ലം ബുദ്ധദേവ് ഭട്ടാചാര്യയും ജ്യോതി ബാസുവും മാറി മാറി തലകുത്തി നിന്ന് ഭരിച്ചൊരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഈ പശ്ചിമ ബംഗാളിൽ അവസാനം ഈ കമ്മികളുടെ സ്ഥിതി പരമദയനീയമായിരുന്നു. കാരണം 33 കൊല്ലം ജനങ്ങൾ സഹിക്കാതെ മറ്റ് നിർവാഹമില്ല. കാരണം എത്രയോ പേരെയാണ് ഈ പ്രതിപക്ഷത്തുള്ളവരെയും മാധ്യമപ്രവർത്തകരെയും ഇവരുടെ അഴിമതികൾ ചോദ്യം ചെയ്യുന്നവരെയും ഒക്കെ എത്രയോ ഒരു 100 കണക്കിന് പേരെയാണ് ഇവർ കൊലപ്പെടുത്തിയത്. പിന്നീട് അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു, ഞങ്ങൾ രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ ചിലരെയൊക്കെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, ഒരു 100ഓളം 150ഓളം പേരെ എന്തോ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവിടെ ബംഗാൾ നിയമസഭയിൽ അവർക്ക് സമ്മതിക്കേണ്ടി വന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നടന്നത്, ഭരണം നഷ്ടപ്പെട്ടു. അവിടെ മമതാ ബാനർജി എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തിയായ ഒരു നേതാവ് വന്ന് അവിടെ അവരുടെ ഭരണം തുടങ്ങിയതോടെ കമ്മികൾക്ക് അവിടെ നിൽക്കക്കള്ളിയില്ലാതായി. കാരണം കമ്മികളുടെ ഉപദ്രവം അനുഭവിക്കാത്ത ചുരുക്കം പേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാവരും സംഘടിച്ചു കമ്മികളെ കൈകാര്യം ചെയ്തു. ആ കമ്മികളാണ് പ്രാണരക്ഷാർത്ഥം കേരളം ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിലേക്ക് ജോലി ചെയ്യാനായി വന്നിട്ടുള്ളത്. അവരാണ് ഇവിടെ നമ്മൾ ഈ കാണുന്ന ഭായിമാരൊക്കെ, നമ്മുടെ വീട്ടിലൊക്കെ പണി ചെയ്യാൻ വരുന്ന പലരും ഇത്തരത്തിൽ പാർട്ടിയോട് ചേർന്നു നിന്ന് പ്രവർത്തിച്ചവരാണ്. അതേ സ്ഥിതിവിശേഷമാണ് ഇനി കേരളത്തിലും CPM നേരിടാൻ പോകുന്നത്. തോൽവി അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ആ തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി അവർ ചെയ്യേണ്ടത് ഒന്നുകിൽ മാന്യമായിട്ടെങ്കിലും ഇരിക്കേണ്ട ഒരു മനസ്ഥിതി അവർ കാണിക്കണം. മറ്റുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു സ്ഥിതി കാണിക്കണം. ആദ്യം ഭീഷണിപ്പെടുത്തും. ആ ഭീഷണിക്ക് വഴങ്ങാതെ വന്നാൽ കയ്യേറ്റം ചെയ്യും. കയ്യേറ്റത്തിന് വഴങ്ങാതെ വന്നു കഴിഞ്ഞാൽ ഇല്ലായ്മ ചെയ്യും. അങ്ങനെ ഒരു ഫാസിസ്റ്റ് രീതിയാണ് CPM എപ്പോഴും അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സാധാരണ മനുഷ്യരെ പോലെയല്ല അന്തം കമ്മികൾ. അവർക്ക് നമ്മൾ സാധാരണ മനുഷ്യർ മനസ്സിലാക്കുന്നത് പോലെയല്ല അവരുടെ ആ ഒരു മനസ്സിലാക്കൽ. ഒരു വിഷയത്തെക്കുറിച്ച് മറ്റുള്ള ഒരു സാധാരണ മനുഷ്യൻ അവൻ്റെ യുക്തിക്കനുസരിച്ച് എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതുപോലെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായി. ഈ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ്റെ കിരാത ഭരണമാണ് കേരളത്തിൽ നടന്നത് എന്നുള്ള കാര്യമൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല. അവർ ഈ പാർട്ടിയുടെ ലേബലിൽ വിഹരിക്കുന്ന ഗുണ്ടകൾ മാത്രമാണ്, ക്രിമിനലുകൾ മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 10 വർഷവും അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്തത് പിണറായി വിജയൻ്റെ ഭരണമാണ്. ഈ 10 വർഷം EMS മുതൽ ഉമ്മൻചാണ്ടി വരെ ഭരിച്ചിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്രയധികം ഒരു യാതനകൾ നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷം നമുക്കൊരിക്കലും പിന്തിരിഞ്ഞ് നോക്കാൻ കഴിയാത്ത വിധം ഭീകരമായിരുന്നു പിണറായി വിജയൻ്റെ ഭരണം. റോഡിലേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറിയത് ഈ പറയുന്ന പിണറായി വിജയൻ്റെ ഭരണകാലത്താണ്. ഇതെല്ലാം ജനങ്ങൾ മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ രോഷമാണ് 50 വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ കനത്ത പോളിംഗ് നടന്ന ഇന്നലെ ഇവിടെ കേരളത്തിൽ പ്രതിഫലിച്ചത്. എന്തായാലും ഭരണവിരുദ്ധ വികാരം
വികാരമുണ്ടായെന്നും അതുകൊണ്ട് തന്നെ ഭരണം നഷ്ടപ്പെട്ടെന്നും ഇനിയൊരു പുതിയ മന്ത്രിസഭ ഇവിടെ അധികാരത്തിൽ വരുമെന്നും ഉള്ള ഒരു യാഥാർത്ഥ്യം അന്തം കമ്മികൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ പൊതുജനങ്ങൾ തെരുവിലിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരോടും പറയാനുള്ളത്. ഈ പറയുന്ന നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കണം. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത്തരത്തിലുള്ള ഒരു ഉപദ്രവമൊന്നും ആർക്കും ചെയ്യുന്നില്ല. ഒരു തൊഴിൽ സ്ഥാപനങ്ങളും കൊടികുത്തി പൂട്ടിക്കുന്നില്ല, ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ പലയിടങ്ങളിലുമൊക്കെ ഉണ്ടാകും. അത് പല രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ഉണ്ടാകും. പക്ഷേ CPM-കാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ക്രിമിനലാണ്. അതായത് ഒരു നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു ഗുണ്ടാ സംഘം. അതാണ് CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സാധാരണ അണികൾ ഉൾപ്പെടെയുള്ളവർ, അതായത് സമൂഹ മാധ്യമത്തിലൂടെ മറ്റുള്ളവരെ തെറിവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാധാരണ അന്തം കമ്മികൾ ഉൾപ്പെടെയുള്ളവരുടെ നിലനിൽപ്പ് ഈ പാർട്ടിയെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് ഈ പാർട്ടിയെ നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതും അക്രമം കാണിക്കുന്നതുമൊക്കെ. ഒരുപക്ഷെ ഇതൊരു മരണവെപ്രാളമായിരിക്കാം. കാരണം മെയ് 4-ാം തീയതി ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് UDF മന്ത്രിസഭ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം അവർക്കറിയില്ല. കാരണം ഒരുപക്ഷെ ജനങ്ങൾ ഓടിച്ചിട്ട് അടിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അവർക്ക് ഇതുവരെ അവർ പലരും ശരീരം അനങ്ങി ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരല്ല. പാട്ടപ്പിരിവെടുത്തും ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയും മണ്ണ് കടത്തിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് ഈ പറയുന്ന ചോട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ജീവിച്ചത്. അണികളൊക്കെ ജോലിക്ക് പോകും എന്നുള്ളതല്ലാതെ ഈ നേതാക്കളൊന്നും ശരീരമനങ്ങി പണിയെടുത്ത ഒരു ശീലമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനങ്ങളോട് പറയാനുള്ളത്, ഇവരെ നിങ്ങൾ കുറ്റിച്ചൂല് കൊണ്ട് നേരിടണം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കുറ്റിച്ചൂല് കൊണ്ട് ഇവരെ ഇത്തരത്തിൽ അക്രമം കാണിക്കുന്നവരെ നേരിടണം. അല്ലാതെ ഈ കേരളത്തിൽ ഇനി ഒരു സമാധാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ കണ്ണൂരിലെ ഈ അക്രമം അത് CPM-നെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപകരിക്കൂ. കാരണം അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. ആ അളമുട്ടിയ അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ ഈ പറയുന്ന അന്തം കമ്മികൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ, ബംഗാളിൻ്റെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്കണം. ബംഗാളിലെ പാർട്ടി പ്രവർത്തകർക്ക് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിനു ശേഷം എന്താണ് സംഭവിച്ചത്, അവരെവിടെയാണ്, അവർക്ക് എന്ത് സംഭവിച്ചു, അവർ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ, നിങ്ങളുടെ നേതാക്കളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരില്ല. കാരണം അവർക്ക് യാഥാർത്ഥ്യം അറിയാം. അങ്ങനെ യാഥാർത്ഥ്യം നിങ്ങളോട് പറഞ്ഞു തന്നാൽ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് പിന്മാറും. അതുകൊണ്ട് ആ യാഥാർത്ഥ്യം നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞു തരില്ല. അങ്ങനെ വിവരമുള്ള ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ബംഗാളിൻ്റെ ചരിത്രം, യഥാർത്ഥ ചരിത്രം, അത് ദേശാഭിമാനിയിലോ ചിന്തയിലോ വന്നതല്ല, വേറെ ഏതെങ്കിലും ഒരു വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രസിദ്ധീകരണത്തിൽ വന്ന, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താലും നമുക്കത് കിട്ടും. അത് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക. അവിടെ ബംഗാളിൽ ഈ അന്തം കമ്മികൾക്ക് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിനു ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും ഒരു അക്രമത്തിനായി, മറ്റൊരാളെ ആക്രമിക്കാനായി കൈപൊങ്ങില്ല. എന്തായാലും ഇത് ഇനി കേരളത്തിലെ ജനങ്ങൾ സഹിക്കില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം.